യുദ്ധകാന്ഡം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമ രമണ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപദേ രാമകഥാമൃതപാന പൂർണ്ണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ ശാരിക പൈതലെ ചൊല്ലു ചൊല്ലിനിയും ചാരുരാമായണ യുദ്ധം മനോഹരം ഇതമാകർണ്യ കിളിമകൾ ചൊല്ലിനാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവിതന്നു മുദാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമാദികളുടെ നിശ്ചയം. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരകബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാലരുൾ ചെയ്തിതാദരാൽ ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ ചിത്തേ നിരൂപിക്ക പോലും അശക്യമാമബ്ധി ശതയോജനായതശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചുതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുടനെങ്ങനെ വാരിതിയെ കടന്നിടുന്നു. നക്ര മകരചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്ത് സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ജയം. വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരിതിയെ കടപ്പാനുപായം പാർക്ക നേരമിനിക്കളയാതെ രഘുപതി. ലങ്കയിൽ ചെന്തു നാം ബുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിരു രാഘവാ നിൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്ക ജലധിയെ സത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിന്വിതമിത്രപുത്രോക്തികളിദ്ധമാകർണ്യകാകുൽസ്ഥനും തൽക്ഷണേ. മുമ്പിലാം മാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളീടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവെ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളീടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം
വളർന്നത്യുന്നതമതിൻ മൂർധ്വനി ലങ്കാപുരം. പ്രാണഭയമില്ലാതെ ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരമുണ്ടെങ്ങെഴുന്നൂറ് യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം. 4 ദിക്കിങ്കലുമുണ്ടതിശോഭിതമായ 17 നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകൾ 7 7നും 4 ഗോപുര പങ്ക്തിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഘാതമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാല പങ്ക്തിയും. അണ്ടർകോണ്ടിക്കിലെ ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് 100,000 സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000. ഉത്തരഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ടൊരു കോടി നിശാചരർ. ദിക്കുകൾ 4-ലുമുള്ളതിലർത്ഥമുണ്ടുഗ്രതയോടു നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ടത്ര പേർ. മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദം ആതങ്കാവഹം പറയാവല്ലനന്ദനും. തൽപുരം തന്നിൽ നീളത്തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശ ചൂടാരത്തമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടുവിട വഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയേൻ പിന്നെ കുറഞ്ഞൊരവിവേകം. ആരാമമെല്ലാം തകർത്തു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷോവരാത്മജനാകിയ ബാലകനക്ഷകുമാരനെ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടിവിൻ മന്നവ. ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ. കൊല്ലുക വൈകാതിവനെ എന്നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാനഗ്രജൻ തന്നോടു മാതരാൽ. കൊല്ലുമാറില്ല ദൂതന്മാരെയാരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലതിക്ക് അഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസ പുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ 200 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ. ലങ്കയിലുള്ള പടയിൽ 4 ഒടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടും എനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം. യുദ്ധസന്നദ്ധരായി ബത്തരോക്ഷം മഹാപ്രസ്ഥാനമാശു കുരു ഗുരുവിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചരനായക കിങ്കരന്മാരെ ക്ഷണേന. പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനന ഹുംകൃതിയും തീർത്തു. സങ്കരാന്തേ ബലാൽ പങ്കജനേത്രയെയും കൊണ്ടുപോരാം വിഭോ. പങ്കജനേത്ര പരം പുരുഷ പ്രഭോ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകയെ വരും. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനർക്ഷമാം മൂലം ഹിതപ്രദം. ദക്ഷിണനേത്രേ സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗം ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാർ നിയോഗിക്ക. രംഭപ്രമാതി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ടവുമേറി മൽപ്പിമ്പേ. സുമിത്രാത്മജനങ്കതോപരി സുഗ്രീവനെ പിരിയാതരികവേ നിർഗമിച്ചേടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലിശൂലി സമാനനാം മൈന്ദൻ വിവിധനും
പങ്കജസംഭവസൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും ചൊല്ലുള്ള വാനരനായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരുത ആടലുണ്ടാകതാർക്കും വഴിക്കടോ. ഇത്തമരുൾ ചെയ്ത് മർക്കട സൈനിക മധ്യേ സഹോദരനും രഘുപതി നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നത് പോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു പൊളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം രാത്രിയേഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാവേകാൾ നടന്നു തുടങ്ങിനാർ. ധാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നോരു വാർ നടന്നടുക്കുന്നത് പോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും ബുക്കു മഹേന്ദ്രാചലാന്തികേ മേവിനാർ. മാരുതി തന്നെ കണ്ടദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ടമർന്ന സൗമിത്രിയും വാരിലിഴഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രനും വാരിധ തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധനുടെ പശ്ചിമതീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തതാശു നാം വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു. വാരാനിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരെ ഒന്നിച്ചു മന്ത്രിച്ചു പാരാത കൽപ്പിക്ക വേണമെന്നിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചന്മാരുപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാർ. പർവ്വതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗഘ ഭയങ്കരമത്രയും ഉഗ്രം മരുണാലയം ഭീമനിസ്വനം അത്യുന്നതതരം ഗാഠ്യമഗാധമി ഉത്തരണം ചെയ്വതിന്നാർക്കേതുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണനെ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും. അന്ധബുദ്ധ്യാരാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ച് രാമനും ദുഃഖം കലർന്ന വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖാർഷ ഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അഞ്ജനാലിംഗനത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപമായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നത് ദേഹാഭിമാനിനാം. കിം പരമാത്മനി സൗഖ്യദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ സമ്പതി നൃത്യമാനന്ദമാത്രം പരം. ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരം പുമാൻ. മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്ക് തോന്നും വൃത ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതൊക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന. അക്കത നിൽക്ക ദശരഥപുത്രരുമർക്കാത്മജാതികളായ കവികളും വാരാനിധിക്ക് വടക്കേക്കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോട് മന്ത്രി നികേതനം ബുക്കിരുന്നീടിനാൻ. ആതിഥേയാസുരേന്ദ്രാദികൾക്കു അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ. മന്ത്രികളോട് കേൾപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങളാരും അറിയാതിരിക്കയുമല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂക്കോട് വന്ന കമ്പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞോരു ദീനത കൂടാതഴിച്ചാനുപവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തോരു സങ്കടമെന്നിയേ. സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ദിതൻ ഉത്തരതീരെ മരുവുന്നോർ കർത്തവ്യമെന്തു നമ്മാലിനി എന്തതും ചിത്തേ നിരൂപിച്ച് കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുടെ മന്ത്രികൾ ചൊന്നത് കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുമിൻ വൈകാതെ.
എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം ഉത്തമം മധ്യമം പിന്നേതധമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതം ഇതം ദുസ്സാധ്യമാം ഇതം സാധ്യമല്ലെന്നുള്ള 3 പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുത തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം വാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം. പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞ നൂനങ്ങളുള്ളത് തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിതെന്ന് ഐകമത്യമായേവനും ഉള്ളിലുറപ്പിച്ചു കൽപ്പിച്ചു പിരിവതു. മധ്യമമായുള്ള മന്ത്രം അതെന്നിയെ ചിത്താഭിമാനേന താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷയ കാലുഷ്യചേതസാ കൽപ്പിച്ചുകൂടാതെ കാലവും ദീർഘമായിട്ടും പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോന്നധർമ്മം അതെത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടള വിങ്കിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ നന്ന് എത്രയും ഓർത്തോളം ഉള്ളിൽ ഇതിനൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെയെല്ലാം ജയിച്ച ഭവാനെന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസേ മർത്യനാം രാമങ്കൽ നിന്ന് ഭയം തവ ചിത്തേ ഭവിച്ചതുമെത്രയും അദ്ഭുതം. വൃത്രാരിയെപ്പുര യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനെ സത്വരം വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാദനോർക്കനി വിത്തേശനെ പുര യുദ്ധമധ്യേ ഭവാൻ ജിത്വാ ജിതശ്രമം പോരും ദശാന്തരെ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അദ്ഭുതം എത്രയുമോ ഓർത്തു കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചീലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസശൈലമിളക്കിയെടുത്തുടനാലോലം അമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ. ത്രൈലോക്യവാസികൾക്കെല്ലാം ഭവൽ ബലമാലോക്യ ഭീതി കലർന്ന് മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാമൊന്നപേക്ഷിക്ക് കാരണാലേതുമൊരാമയമെന്നിയെ പൊയ്ക്കൊണ്ടതുമവൻ ഞങ്ങളാരാനുമറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടിന്നിനി ഞങ്ങളിലേകനെ മാനസെ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും ഭാരമിളപ്പം നമുക്കിതു. ഉൾത്താരിലോർത്തരുളേണം ജഗൽപ്രഭോ നക്തഞ്ചരവരരിദ്ധം പറഞ്ഞളവുൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തറ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നൂടമോദം നിജ പീഠം അതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അവർജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം. ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നത് നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്ക് തന്നെ ധരിക്കനി. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിലാഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മീ ഭഗവതി ജാതയായാൾ തവനാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കെട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെക്കണ്ട് മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നതിവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം
പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചെല്ലും അതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവിൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ. ശാസനയാലും അടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും, മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം, നീയതു നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാനിതിനെന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ, മാനസേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നുപോം മുന്നമേ മോഹിച്ചതാകന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടും ആപത്തു നിർണയമോർത്തുകാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവിന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുവൻ അനുജ്ഞയും ചെയ്യില്ലെന്നാശരാധീശ്വരനോടു ചൊല്ലിടിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തിങ്ങിരുത്തി ദശാനനൻ സ്വന്നാനവനോട് പത്യം വിഭീഷണൻ. രാക്ഷസാദീശ്വരാ വീര ദശാനന, കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ. നല്ലത് ചൊല്ലേണം എല്ലാവരും, തനിക്കുള്ളവരോട് ചൊല്ലുള്ള ഭൂതജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട് ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്നക്കയജ്ഞാന്തകാദികളും തഥാ. കുംഭകർണൻ ജംബുമാലി പ്രജംഘനും കുംഭൻ നികുംബൻ അകമ്പൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭകനും ത്രിശിരസതികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാരി വീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ദ്രുമാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തനുമാമല്ലവനോടോ നേരെ പൊരുതു ജയിപ്പതിന്നാരുമേ. ശ്രീരാമനോട് കരുതായിക മാനസേ, ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനും ആമല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല വന്നിയുമല്ലവൻ, വൈവസുതനും നിര്യതിയുമല്ല കേൾ. പാശിയുമല്ല ജഗൽപ്രാണനല്ല, വിത്തേശനുമല്ല അവിനാശനുമല്ല, മേധാവുമല്ല ഭുജങ്കാധിപനുമല്ല, ആദിത്യരുദ്രവസ്തുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ, മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലേ കാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ, പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ. കൊന്നാൻ 21 തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ. അന്നസുരരെ ഒക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാനെന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടായികെന്നു നിർണയം. എങ്കിലെന്തിന്നു പറയുന്നതെന്നോരു ശങ്കയുണ്ടാകിൽ അതിന്നു ചൊല്ലിയിടുവൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പോരു ദേവനവൻ, കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ. ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ, ആശ്രിത വത്സലൻ അംബുജലോചനൻ. ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ, ഭക്തിയോടും തൻ തിരുവടി തൻപദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ടക്കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈ തൊഴുതാശു രക്ഷിക്കെന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ. തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പുക്ക നേരത്യതിപാലകൻ, താടകയെ കൊല ചെയ്താനൊരുമ്പിനാൻ. കൗശികൻ തന്നുടയാക രക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്ക് നൽകിനാൻ. തൃക്കാലടിവെച്ച് കല്ലാം അഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയംബകം വില്ലു ഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളയും കൊണ്ടുപോകുമ്പോൾ. മാർഗമധ്യേ കുടാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാതനെ കൊന്നു കളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും
ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ? അർണവൻ ചാടിക്കടന്നിവിടേക്കു വന്ന അർണോജ നേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു. സന്നദ്ധനായിപ്പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കെ തവ നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോട് വൈര്യം വൃഥ, തന്നു അങ്കിതന്നെ കൊടുക്കമടിയാതെ. നഷ്ടമതികളായിടുമമാത്യന്മാരിഷ്ടം പറഞ്ഞ് കൊല്ലിക്കുമതോർക്ക നീ. കാലപുരം ഗമിക്കാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുമരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നുടെ ദുർനയം കൊണ്ടുവരുന്നതിന്നു നാമാളല്ല പോകന്ന് വേർപെട്ട് ചെന്ന് സേവിക്കും പ്രബലനെ. ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവാ. രാമശരമേറ്റു മൃത്യു വരുന്നേരമാമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാൻ. ഇനി താരാമകർകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ. മാനിനിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം. വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതും ഓർക്ക നീ. രാക്ഷസരാജ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങൊല. കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ടക്കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയേ നൽക ദേവിയെ വംശം മുടിച്ചു കളകായിക വേണമേ. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളത് ചൊന്നത് കേട്ടോരു നക്തഞ്ചരാധിപനാകിയ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ മരിവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും. മൃത്യു വരുത്തും അവരെന്നു നിർണയം ഇത്തരമെന്നോട് ചൊല്ലുകിലാശു നീ. വധ്യനാമെന്നാൽ അതിനില്ല സംശയം. രാത്രീഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൽ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശകതനായ പുരുഷനു സിദ്ധ ഔഷധങ്ങളുമേൽക്കയില്ലേതുമേ. പോരുമിവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംബോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്നു സേവിച്ചുകൊള്ളുവിൻ. ജന്മമുള്ള നാൾ സത്വരം നാലമാത്യന്മാരുമായി അവൻ യുദ്ധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ധനാലയമിത്രവൃത്യൗഘവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം. മാനസത്തെങ്കിലുറപ്പിച്ചു തുഷ്ടനായി വീണ് വണങ്ങിനാനഗ്രജന്തൻ പദം. കോപിച്ചു രാവണൻ ചൊല്ലിനാനന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയമിങ്ങിതില്ലെന്നു നിർണയം. പോകായിലുമോ മമ ചന്ദ്രഹാസത്തിനേകാന്തഭോജനമായി വരും നീയടോ എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടെ താതന് തുല്യനല്ലോ ഭവാൻ. താപകമായ നിയോഗം അനുഷ്ഠിപ്പനാവതെല്ലാം അതു സൗഖ്യമല്ലല്ലോ. മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദികളോടുമത്ര സുഖിച്ചു ശുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ. ജനകാലയെ കാലിയും സീതാപിതാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിഞ്ഞു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികളങ്ങ് ഭവാനുള്ളിലേൽക്കുന്നത് പ്രഭു. രാവണൻ തന്നെ വധിപ്പാനവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നത് രാമനായി നിർണയം. പിന്നെ അതിനന്യതാധ്വം ഭവിക്കുമോ? ആശരവംശവിനാശനം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി